ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജിമ്മി എം.എൽ, ഓർത്തോപീഡിക് സർജനാണ്. അദ്ദേഹം ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്നത് പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകൾ എന്നിവയുടെ ദുരുപയോഗവും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഡ്രഗ് അഡിക്ഷൻ എന്നാൽ എന്താണ്? അനിയന്ത്രിതമായി അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലായിട്ടും നിരന്തരമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിനെയാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ടോളറൻസ് വിഡ്രോവൽ എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു മയക്കുമരുന്ന് കഴിച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ അത്രത്തോളം എഫക്റ്റ് വരാനായിട്ട് കൂടുതലായിട്ടുള്ള അളവിൽ മയക്കുമരുന്ന് കഴിക്കേണ്ടി വരും. അതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മയക്കുമരുന്നുകൾ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനോടുള്ള ഒരു ചായ്വ് അഥവാ അതില്ലാതെ നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ നടക്കാത്ത അവസ്ഥ വരും. അതിനെയാണ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇത് ഈ ടോളറൻസായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. വിഡ്രോവൽ എന്ന് പറയുന്നത് സ്ഥിരം മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ അത് കഴിക്കാത്ത സമയത്ത് നമുക്ക് ചില രോഗലക്ഷണങ്ങൾ വരും. വിറയൽ, സ്വപ്നങ്ങൾ കാണുക, ഉറക്കക്ഷീണം, അങ്ങനെ പല മയക്കുമരുന്നുകൾക്ക് പല പോലെയാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇതിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ. മദ്യപാനത്തിൻ്റെ ഫലങ്ങളും പാർശ്വഫലങ്ങളും എന്തൊക്കെയാണ്? അവരുടെ ചികിത്സാ രീതികളും ഒന്ന് വിശദീകരിക്കാമോ? മദ്യം കഴിച്ചാൽ ചിലർക്ക് ഛർദി ഉണ്ടാവാം, ഓക്കാനം വരാം, അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ചിലർ റൗഡിയായി മാറുക, നിയന്ത്രണം കുറവുണ്ടാവുക, മസിലുകൾക്ക് ബലം കുറയുക, കാഴ്ചക്കുറവ് ഉണ്ടാവുക, കേൾവിക്ക് കുറവുണ്ടാവുക, നമ്മുടെ തീരുമാനങ്ങൾക്കുള്ള കഴിവിന് കുറവുണ്ടാവുക, വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ കോർഡിനേഷന്, അതായത് കൈകാലുകളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന് കുറവുണ്ടാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവാം. തുടക്കത്തിൽ മദ്യം ഒരു സ്റ്റിമുലൻ്റാണ്, അതായത് ഉണർത്തും. അതേസമയം ഒരു പരിധി വിട്ട് കഴിച്ചു കഴിയുമ്പോൾ ഡിപ്രസൻ്റാണ്, അതായത് നമ്മെ തളർത്തും അഥവാ ഉറക്കത്തിലേക്ക് നയിക്കും. വളരെയധികം മദ്യം കഴിച്ചാൽ മരണം വരെ ഉണ്ടാവുക. പിന്നെ പാർശ്വഫലങ്ങൾ സ്റ്റൊമക്കിന് അൾസർ വരിക, ഛർദി വരിക, ഗ്യാസ്ട്രൈറ്റിസ് വരിക, അതുപോലെ തന്നെ ലിവറിന് വീക്കം വരിക, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ലിവറിൽ നെയ്യ് അടിഞ്ഞു വിടുക, ഫാറ്റി ലിവർ. പിന്നെ കുറേ നാൾ മദ്യം കഴിച്ചാൽ സിറോസിസ് ലിവർ എന്ന് പറയും. നെയ്യിൽ നാരുകൾ വളർന്നു വന്ന് ലിവറിൻ്റെ വലിപ്പം കുറയുക. അപ്പോൾ ലിവറിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക. അതായത് ചില വിറ്റമിൻസ് ലിവറിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചത്ത ചുവന്ന രക്താണുക്കളെ ബൈലായി ലിവർ ആമാശയത്തിലേക്ക് തള്ളുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരും. അങ്ങനെ മഞ്ഞപ്പിത്തം ഉണ്ടാകാം, അതുപോലെ വേദനയുണ്ടാകാം. ഇതുപോലെ തന്നെ ദീർഘനാൾ സിറോസിസ് ഉണ്ടായാൽ ലിവർ ക്യാൻസർ വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലിവറിൽ രക്തക്കൊള്ളികൾ അടയുന്നത് മൂലം ശരീരത്തിലുള്ള രക്തക്കൊള്ളികളുടെ പ്രഷർ കൂടി വയറിൽ രക്തക്കൊള്ളികൾ വീർത്തു വരിക, അന്നനാളത്തിൽ രക്തക്കൊള്ളികൾ വീർത്തു വരിക, അത് പൊട്ടി ചിലപ്പോൾ രക്തം ഛർദ്ദിച്ച ആൾ മരണപ്പെടാം, അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കാം, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുക. മലത്തിലൂടെ രക്തം പോവുക, അതുപോലെ തന്നെ വയറിൽ നീര് കെട്ടിക്കെടുക്കുക, എസൈറ്റിസ് എന്ന് പറയും, ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവുക. അതുപോലെ മദ്യപാനികൾ ഭക്ഷണവും വിറ്റമിൻസൊന്നും കൃത്യമായി കഴിക്കാത്തത് മൂലം അവർക്ക് ബുദ്ധിമാന്ദ്യം അഥവാ ഓർമ്മക്കേട്, എൻസഫലൈറ്റിസ് എന്ന് പറയും, അങ്ങനെയും സംഭവിക്കാം. ഇതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകാം, മാനസിക പ്രശ്നങ്ങളുണ്ടാകാം, കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം, ക്രിമിനൽ വാസനകൾ മദ്യപാനം മൂലം ഉണ്ടാകാം, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകാം, ഇങ്ങനെയുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ മദ്യം കഴിക്കാതെ ഇരുന്നാൽ ഡെലീറിയൻ ട്രമൻസ് എന്ന് പറയും. കൈകാലുകൾക്ക് വിറയലുണ്ടാവുക, ഛർദി ഉണ്ടാവുക, ക്ഷീണമുണ്ടാവുക, ചിലപ്പോൾ ഫിറ്റ്സ് അഥവാ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ള പല പാർശ്വഫലങ്ങളും മദ്യപാനം കൊണ്ടുണ്ട്. ഓക്കെ. പുകവലിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? പുകവലിക്കുമ്പോൾ ഏകദേശം 4000-ഓളം കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പുകവലിക്കുമ്പോൾ അസിറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മുടെ തലച്ചോറിൽ റിലീസാവുകയും അങ്ങനെ നമുക്ക് ഉത്തേജനം ഉണ്ടാകും. ഒരു പരിധി വിട്ട് പുകവലിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഉറക്കം പോലെ വരുത്തും. ഡോപ്പമിൻ എന്ന കെമിക്കലിൻ്റെ അളവ് കൂട്ടി അങ്ങനെ ഉറക്കം വരുത്തും. ഈ പുകവലിയിലൂടെ അനേകം കെമിക്കൽസ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസർ ഉണ്ടാക്കാം. ലങ്സിൽ, വായിൽ, കിഡ്നിയിൽ, മൂത്രനാളത്തിൽ, ആമാശയത്തിൽ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാം. അതുപോലെ കണ്ണുകൾക്ക് കാഴ്ചക്കുറവ്, ത്വക്കിന് വ്യത്യാസങ്ങൾ, കേൾവിക്ക് വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ കാലുകളിലേക്ക് പോകുന്ന രക്തക്കൊള്ളികളിൽ ചുരുക്കം വന്ന് കാലിൽ വേദന, നടക്കാൻ കഴിയായിക, നിറവ്യത്യാസം, അവസാനം കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ പുകവലി കൊണ്ട് ഉണ്ടാക്കാം.
പുക വലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ പുക സ്ഥിരം വലിക്കുന്ന ആളുകൾക്ക് ക്ഷീണം, ദേഷ്യം, ഉറക്കമില്ലായ്മ, വിശപ്പ് കൂടൽ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ സൈനസൈറ്റിസ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. മയക്കുമരുന്നുകൾ എന്തെല്ലാം തരത്തിലുണ്ട്? മയക്കുമരുന്നുകൾ പൊതുവെ ഡിപ്രസൻസ്, സ്റ്റിമുലൻസ്, ഹാലൂസിനോജൻസ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സാധാരണ കാണുന്ന മയക്കുമരുന്നുകൾ ഒന്ന് കഞ്ചാവാണ്. ഈ കഞ്ചാവ് എന്ന് പറയുന്ന ആ ചെടിയുടെ ഇലയാണ്, അതിൻ്റെ തളിരിലയാണ് ഹഷിഷ് എന്നെല്ലാം പറഞ്ഞ്. ചരസ് എന്ന് പറയുന്നത് തളിരില, ഹഷിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തരം പശയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത് ഒരു തരം തുടക്കത്തിലൊരു സ്റ്റിമുലൻ്റ് ആണെങ്കിലും കൂടുതലാവുമ്പോൾ അതൊരു ഡിപ്രസൻ്റായി പ്രവർത്തിക്കും. പിന്നെ കറുപ്പ് ചെടിയിൽ നിന്നുണ്ടാവുന്നതാണ് കറുപ്പ്. ഇത് പല രൂപത്തിലുണ്ട്, പലതരത്തിലുള്ള കറുപ്പുകൾ പല ഫോമിലുണ്ട്. ശരീരത്തിൽ കുത്തിവെക്കാവുന്നവ, അതുപോലെ വായിലൂടെ കഴിക്കാവുന്നവ, വലിക്കാവുന്നവ, അങ്ങനെ പല രീതിയിൽ ഹാഷിഷ് എന്നെല്ലാം പറഞ്ഞ് കറുപ്പുണ്ട്. അതുപോലെ ചില ചികിത്സകൾക്കും കറുപ്പ് ഉപയോഗിക്കാറുണ്ട്, ചുമ സപ്രസ് ചെയ്യാനൊക്കെ കൊഡീൻ എന്നെല്ലാം പറഞ്ഞ്. അപ്പം അങ്ങനെ കറുപ്പുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ. പിന്നെ സ്റ്റിമുലൻസ്, ആംഫിറ്റമിൻ, MDMA മുതലായ, അതുപോലെ കോഫി, ചായ, ഇതെല്ലാം ശരീരത്തിന് ഉത്തേജനം നൽകുന്നതാണ്. മെത്ത് ആംഫിറ്റമിൻ അത് അത്തരത്തിലുള്ളൊരു മരുന്നാണ്. ഇതെല്ലാം ശരീരത്തിന് ഉത്തേജനം തരും, നമുക്ക് എനർജി തരും, വിശപ്പ് ഉണ്ടാവുകയില്ല, മൂവ്മെൻറ്റ്സ് കൂടുതലായിരിക്കും. പക്ഷേ ഇതിന് അനേകമായ പാർശ്വഫലങ്ങളുമുണ്ട്. ഇതുപോലെ തന്നെ ഉള്ളതാണ് ഹലൂസിനോജൻസ്, LSD, മെസിലിൻ, അങ്ങനെയുള്ള ചില കൂണുകളിൽ നിന്ന് ലഭിക്കുന്ന ചില പ്രത്യേക മരുന്നുകൾ. ഇതെല്ലാം ശബ്ദം കേൾക്കുക, ഇല്ലാത്ത ദൃശ്യങ്ങൾ കാണുക, ശരീരത്തിൽ എന്തോ നടക്കുന്നതായി തോന്നുക, അങ്ങനെയുള്ള ഹലൂസിനേഷൻസ് ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. ഇതുപോലെ തന്നെ ഇൻഹാലൻസ് ഉണ്ട്. ചില ആളുകൾ പെട്രോളോ ഡീസലോ ഈതറോ ക്ലോറോഫോം അങ്ങനെയുള്ള പല കെമിക്കൽസും ശ്വസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് ഇൻഹാലൻസ്. ഇത്തരം മയക്കുമരുന്നുകളുടെ വിപണനം എങ്ങനെ നടക്കുന്നു? മയക്കുമരുന്നുകളുടെ വിപണനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് നിയമപ്രകാരമല്ല, നിയമവിരുദ്ധമാണ്. അത് അണ്ടർഗ്രൗണ്ടിലാണ് നടക്കുന്നത്, മാഫിയകളും മറ്റുമാണ് നടത്തുന്നത്. അതേസമയം തന്നെ ചില ലോകരാജ്യങ്ങളും ഗവൺമെൻറ്റുകളും ഇതിന് സഹായമായി നിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ 1/5 കർഷകർ കറുപ്പ് ചെടി നട്ടു വളർത്തുന്നു. റഷ്യയിലുള്ള 1/5 ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ കറുപ്പ് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, തായ്ലൻഡ്, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ഭാഗത്തുനിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും, ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം മയക്കുമരുന്നുകൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക, മെക്സിക്കോ, ഹുണ്ടുറസ്, ബ്രസീൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം മയക്കുമരുന്നുകളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. മയക്കുമരുന്ന് കഴിച്ച ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പല മയക്കുമരുന്നുകൾക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളാണെങ്കിലും പൊതുവായിട്ട് അവരുടെ കണ്ണുകളെല്ലാം വളരെ ചുവന്ന് അലസമായി, മയക്കം വന്ന രീതിയിലുള്ള പെരുമാറ്റം, തളർച്ചയുള്ള രീതിയിലുള്ള പെരുമാറ്റം, നടക്കുമ്പോൾ വേച്ച് പോവുക, സംസാരത്തിൽ വ്യത്യാസം, അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുറവ്, ഓർമ്മക്കുറവ്, ദീർഘനാൾ മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ മോട്ടിവേഷൻ, ഒരു കാര്യം ചെയ്യാനുള്ള ഉഷാറില്ലായ്മ, അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ കാണുക, അവരുടെ വ്യക്തിത്വത്തിൽ വ്യത്യാസം വരിക, ചില ക്രിമിനൽ മെൻറ്റാലിറ്റികൾ വരിക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകളിൽ കാണാവുന്നത്. അതുപോലെ തന്നെ സൂയിസൈഡ് ഉണ്ടാകാനുള്ള ടെൻഡൻസി, ശരീരത്തിൽ അവിടെയെല്ലാം മുറിവുകൾ, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, തട്ടിക്കയറുക, കുടുംബ അംഗങ്ങളുമായി പ്രശ്നം, ഇങ്ങനെയുള്ള പലതും മയക്കുമരുന്നുകൾ കഴിക്കുന്നവർക്കിടയിൽ കാണാറുണ്ട്. കഞ്ചാവും അതുപോലെ അനുബന്ധ മയക്കുമരുന്നുകളുടെയും ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ മുമ്പ് പറഞ്ഞതുപോലെ? കഞ്ചാവ് ഞാൻ നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള ഫോമിൽ അവൈലബിൾ ആണ്. ആദ്യം സ്റ്റിമുലൻ്റ് ആയിരിക്കും, പിന്നെ ഡിപ്രസൻ്റ് ആയിരിക്കും. അത് സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷൻ കുറവുണ്ടാവുക, പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവുക, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുക, ഓർമ്മ ശേഷി കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. കഞ്ചാവ് കഴിക്കുമ്പോൾ വിശപ്പ് കൂടും, കഞ്ചാവ് ഇല്ലാത്ത സമയത്ത് വിശപ്പ് കുറയും. അതുപോലെ തന്നെ കഞ്ചാവ് കഴിക്കുമ്പോൾ ചില ദൃശ്യങ്ങൾ കൂടുതലായിട്ട് സന്തോഷകരമായി തോന്നും, മ്യൂസിക്കെല്ലാം ആസ്വദിക്കാൻ കൂടുതലായിട്ട് ചിലർക്ക് സന്തോഷം തോന്നും. അതേസമയം തന്നെ അതില്ലാത്തപ്പോൾ ഒരു കാര്യങ്ങൾക്കും ഉഷാറില്ലാതെ വരിക, മൂക്കടപ്പ് വരിക, ജലദോഷം വരിക, ശരീരവേദന വരിക, മലബന്ധം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം.
ഈ ഉത്തേജക മയക്കുമരുന്നുകളെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പലതരവും അതിൻ്റെ ഫലങ്ങളും പാർശ്വഫലങ്ങളും ഒന്ന് പറയാമോ? ഉത്തേജനം വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ആംഫിറ്റമിൻ, മീഥിലാംഫിറ്റമിൻ, MDMA, കൊക്കെയിൻ, അങ്ങനെയുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് കൊക്കെയിൻ അല്ല എക്സ്റ്റസി, അതുപോലെ MDMA അല്ല ഒരു എക്സ്റ്റസി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം മാനസിക നിലയിലേക്ക് എത്തിക്കും. അതുപോലെ ഓഡിറ്ററി ഹാലുസിനേഷൻസ്, ചില ശബ്ദങ്ങൾ കേൾക്കുക, ടാക്റ്റൈൽ ഹാലുസിനേഷൻസ്, അതായത് ചില കാര്യങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ തൊടുന്നത് പോലെ തോന്നുക, ശരീരത്തിൽ ചിലത് നടക്കുന്നത് പോലെ തോന്നുക, മൂവിങ് ബഗ്സ് എന്നെല്ലാം പറയും. അങ്ങനെയുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ആംഫിറ്റമിൻ ഊർജം പകരുന്നതാണ്, വിശപ്പ് കുറയും, നമ്മുടെ സ്പീഡ് കൂടും, കൂടുതൽ അഗ്രസീവായി മാറും. അപ്പം ഈ ഉത്തേജക മരുന്നുകൾ ഇല്ലാതെ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഡിപ്രഷൻ വരും, ലൈംഗിക ശേഷി കുറയാം, ചില ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ലങ്സിൻ്റെയും മറ്റും പ്രവർത്തനങ്ങൾ കുറയാനും ന്യൂമോണിയ മുതലായവ വരാനും സാധ്യതയുണ്ട്. ചില മാനസിക രോഗങ്ങൾക്ക് ഇത് വഴിവെക്കാം. മാനസിക പ്രശ്നങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മയക്കുമരുന്നുകൾ മൂലമുള്ള പ്രശ്നങ്ങൾ, രണ്ട് മനസ്സിൻ്റെ പ്രവർത്തന രീതി മാറുന്നത് മൂലം മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടി അതുമൂലം മാനസിക രോഗം വരുന്നത്. മൂന്ന് മയക്കുമരുന്നിൻ്റെ മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗം, ഇത് രണ്ടും കൂടെ മിക്സായി കോമോർബിഡ് സൈക്കാട്രി പ്രോബ്ലം, രണ്ടും കൂടെ ചേർന്നുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം സംഭവിക്കാം. കറുപ്പും അനുബന്ധ മയക്കുമരുന്നുകളുടെയും ഫലങ്ങളും പാർശ്വഫലങ്ങളും എന്തൊക്കെയാണ്? ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണോ? കറുപ്പിന് പൊതുവെ ഡിപ്രഷനാണ്, അതായത് നമ്മുടെ പെയിൻ കുറയ്ക്കും. അത് പെയിൻ കുറയ്ക്കാൻ വേണ്ടി മോർഫിൻ എന്നെല്ലാം പറഞ്ഞ് ആശുപത്രികളിൽ ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിൻ്റെ പെയിൻ കുറയ്ക്കും, അതുപോലെ ശരീരത്തിന് ചില സന്തോഷങ്ങൾ തരും. അതേസമയം തന്നെ സ്ഥിരമായി കറുപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇൻഫെക്ഷനുകൾ വരാൻ, ആ സൂചികൾ വഴി ലിവറിന് പഴുപ്പ് വരാൻ, ലങ്സിന് പഴുപ്പ് വരാൻ, അതുപോലെ എയ്ഡ്സ് പകരാൻ, മഞ്ഞപ്പിത്തം പകരാൻ എല്ലാം സാധ്യത കൂടുതലാണ്. അതുപോലെ അവർക്ക് മലബന്ധം വരാൻ, ഛർദിയും എല്ലാം വരാൻ കറുപ്പില്ലാത്തപ്പോൾ സാധ്യത കൂടുതലാണ്. ഈ മോർഫിൻ മുതലായവ ഇല്ലാത്തപ്പോൾ സാധ്യത കൂടുതലാണ്. ഈ ഇപ്പോൾ പേഷ്യൻസ് കൂടുതലായി ഉറക്ക ഗുളികൾ കഴിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? ഉറക്ക ഗുളികകൾ ഇനീഷ്യലായിട്ട് ഒരു ടെൻഷൻ കുറയ്ക്കാനാണ്, പക്ഷെ ഒരു പരിധി വിടുമ്പോൾ അത് ഉറക്കം വരുത്തുന്നു, അപ്പോൾ ക്ഷീണം ഉണ്ടാവും. ഇത് കഴിക്കാത്ത അവസ്ഥയിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉറക്കമില്ലായ്മ, അഗ്രഷൻ, ദേഷ്യം മുതലായവ ഉണ്ടാവും. പിന്നെ ദീർഘനാൾ ഉറക്ക ഗുളികളെല്ലാം കഴിച്ചാൽ അത് മറ്റ് ശരീരഭാഗങ്ങൾ, ലിവറിനെയും ലങ്സിനെയും എല്ലാം ബാധിക്കാവുന്നതാണ്. പേഷ്യൻസിനൊരു ഡിപ്പെൻഡൻസി വരാൻ സാധ്യതയുണ്ട്. അതെ, ഉറക്ക ഗുളിക നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസിക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ ടോളറൻസിന് സാധ്യത കൂടുതലാണ്. കൂടുതൽ അളവിൽ കൂട്ടി കഴിക്കേണ്ടി വരും. കുറേ അധികം ഉറക്ക ഗുളികൾ കഴിച്ചാൽ കോമ സ്റ്റേജിൽ ബോധക്കേടും മരണം വരെ ഉണ്ടാകാം. അങ്ങനെ പലരും ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഉറക്ക ഗുളികളുണ്ട്, ബെൻസോഡൈസ്പിൻസ് ഉണ്ട്, ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഉറക്ക ഗുളികൾ അവൈലബിൾ ആണ്. ഈ മയക്കുമരുന്നുകളുടെ പ്രവർത്തന ശാസ്ത്രം അഥവാ ഫിസിയോളജി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സിഗരറ്റിൻ്റെ പുക അസിറ്റൈൽ കോളിനെ കൂടുതലായി ഉണ്ടാക്കുന്നു. ഈ മോർഫിൻ മുതലായവ, കറുപ്പ് മുതലായവ ഡോപ്പമിനെ കൂടുതലായി വർദ്ധിപ്പിക്കും. കഞ്ചാവ് അമാൻഡിയോൺ എന്ന കെമിക്കലിനെ കൂടുതലായി വർദ്ധിപ്പിക്കും. സ്റ്റിമുലൻസ്, അതായത് ആംഫിറ്റമിൻ, കൊക്കെയിൻ മുതലായവ നോറെപ്രീനെഫ്രിനെ കൂടുതലായി വർദ്ധിപ്പിക്കും. പൊതുവെ പറഞ്ഞാൽ ഈ മയക്കുമരുന്നുകളെല്ലാം കൂടുതലും ഡോപ്പമിൻ സിസ്റ്റത്തിൽ പ്രവർത്തിച്ച് ശരീരത്തിന് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പിയേറ്റ്സ് ആണെങ്കിൽ, അതായത് കറുപ്പ് മുതലായവയാണെങ്കിൽ എൻഡോർഫിൻസ് അല്ലെങ്കിൽ ഓപ്പിയേറ്റ് റിസപ്റ്റേഴ്സിനെ പ്രവർത്തിച്ച് സന്തോഷം അഥവാ വേദന കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാമാണ്. ഇങ്ങനെ ഇത് സ്ഥിരമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതില്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതായത് സാധാരണ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ വഴി, അതായത് കായികപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം, വിനോദ കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു സന്തോഷം ഇല്ലാതെ ഈ മരുന്നുകൾ കഴിച്ചാൽ മാത്രം സന്തോഷവും സമാധാനം തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് നമ്മുടെ ബ്രെയിനിലെ സെൽസ് ഒരു റീവയറിങ്ങിലേക്ക് പോകും. ഇപ്പോൾ മയക്കുമരുന്നുകൾ നിർത്തിയാലും ഈ ഇതെല്ലാം 100% തിരികെ വരാനായിട്ട് സമയമെടുക്കും. അനേകം വർഷങ്ങളെടുത്തെന്ന് വരാം. പ്രത്യേകിച്ച് നമ്മുടെ ചിന്താഗതിയിലുള്ള മാറ്റം, എല്ലാം കാര്യങ്ങൾ ഓർത്തെടുക്കാനും മറ്റുമുള്ള തിരിച്ചറിയാനുമുള്ള കഴിവെല്ലാം പതുക്കെ തിരിച്ചു വരികയുള്ളൂ. അതായത് വീണ്ടും റീവയർ ചെയ്ത് വരണം, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സ് റീവയർ ചെയ്ത് വരണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ. ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ഒരുപാട് മാനസിക രോഗ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പോൾ അവയുടെ ചികിത്സാ രീതി എങ്ങനെയാണ്?
അത് മാനസിക പ്രശ്നങ്ങൾക്ക് മാനസിക രോഗമാണെങ്കിൽ സൈക്കാട്രി ചികിത്സയാണ് വേണ്ടത്. സൈക്കാട്രിസ്റ്റിനെ കണ്ട് അതിന് പ്രത്യേക മരുന്നുകൾ കൊടുക്കണം. ഇപ്പോൾ ആൽക്കഹോൾ അഡിക്ഷൻ ആണെങ്കിൽ അതിന് ഡീസൾഫിറാം എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്, ആൻഡ് അബ്യൂസ് തെറാപ്പി എന്നെല്ലാം പറയും. അതായത് ഈ ഗുളിക കഴിച്ചിട്ട് മദ്യപിച്ചാൽ അമിതമായ ഛർദിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മദ്യത്തോട് ഒരു വിരക്തി വരിക. അതുപോലെ മയക്കുമരുന്നുകളുടെ വിഡ്രോവലിൽ അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട്. ഇപ്പോൾ നലോക്സോൺ എന്ന് പറയും. മോർഫിൻ മുതലായ മയക്കുമരുന്നുകൾ കഴിച്ചാൽ അതിൻ്റെ റിയാക്ഷൻ ഇല്ലാതിരിക്കാൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന, അതിൻ്റെ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് നലോക്സോൺ. അതുപോലെ തന്നെ അതേ ആക്ഷൻ, മയക്കുമരുന്നിൻ്റെ അതേ ആക്ഷൻ ഉണ്ടോ എന്നാൽ അധികം പാർശ്വഫലങ്ങളില്ലാത്ത ഇപ്പോൾ നിക്കോട്ടിൻ പാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ സൈക്കാട്രി ചികിത്സയ്ക്ക് പുറമെ ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാകും. പ്രഷർ കൂടുക, പ്രമേഹം കൂടുക, കൊളസ്ട്രോൾ കൂടുക, മഞ്ഞപ്പിത്തം ഉണ്ടാവുക. ഇതിൻ്റേതായ ചികിത്സകളും നാം ഇതിൻ്റെ ഒപ്പം കൊടുക്കേണ്ടതാണ്. അതുപോലെ വിറ്റമിൻസിന് കുറവ് വരാം, അതിൻ്റെ ചികിത്സ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കുറവായിരിക്കാം, അപ്പോൾ ശരീരത്തിന് പ്രോട്ടീൻ എല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ മാനസികമായ പ്രശ്നങ്ങൾക്ക് അവർക്ക് കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. അത് ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, രോഗിയെ അഡ്മിറ്റാക്കി ചെയ്യുന്ന കൗൺസിലിംഗ് ഉണ്ട് 30 ദിവസമോ മറ്റോ. അതല്ലെങ്കിൽ അനേകം സെഷൻസായിട്ട് ഒരു 1.5 വർഷം എല്ലാം നീണ്ടു നിൽക്കുന്ന സെഷൻസായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. അതല്ലെങ്കിൽ ഒരു 6 മാസമായിട്ടുള്ള ഗ്രൂപ്പ് തെറാപ്പി, പലരെയും ഒരുമിച്ചിരുത്തി അവർക്ക് ഇതിൽ നിന്ന് മോചിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിച്ച് അവരുടെ സെൽഫ് എസ്റ്റീം കുറവായിരിക്കും, അവർക്ക് അവരെക്കുറിച്ചുള്ള മതിപ്പ് കുറവായിരിക്കും, അത് വളർത്തിക്കൊണ്ടുവരിക. അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വളർത്തിക്കൊണ്ടുവരിക. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഇല്ലാത്തതും ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ടുമാണ് പലരും മയക്കുമരുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ആത്മനിയന്ത്രണത്തിനുള്ള ഉതകുന്ന കഴിവുകൾ വളർത്തിക്കൊണ്ടുവരിക, അതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക, അതിനുള്ള ചില അസൈൻമെൻറ്റ്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും ഇത് നിർത്താനുള്ള ഒരു മോട്ടിവേഷനുമാണ് ഈ കൗൺസിലിങ്ങോടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഫാമിലിയെയും കൗൺസിലിംഗ് ചെയ്ത് ഇവരെ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പ്രോത്സാഹിപ്പിക്കാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഒരുക്കേണ്ടതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? മദ്യപാനം മൂലം നമുക്കെല്ലാം അറിയുന്ന പോലെ അനേകം കുടുംബങ്ങൾ തകരുക, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതിരിക്കുക, ദാരിദ്ര്യം, അങ്ങനെയുള്ള കടം, ചികിത്സയ്ക്കായിട്ട് പൈസ ചിലവാക്കേണ്ടി വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ നമുക്ക് ബിസിനസ്സിന് താല്പര്യമില്ലാത്ത മൂലം ബിസിനസ് തകർച്ചയിലേക്ക് പോവുക, മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം എമോട്ടിവേഷൻ, ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലാതിരിക്കുക, അലസത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി അത് സാമ്പത്തികമായ കടക്കെണിയിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകും. അതുപോലെ തന്നെ കുറ്റവാസനകൾ കൂടുക. അതുപോലെ തന്നെ കുറ്റവാളികളെ വളർത്താനായും ചില മാഫിയ നേതാക്കന്മാർ മയക്കുമരുന്നുകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ അടിമയാക്കി അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുക. അപ്പം ഈ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിയമപരമായ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഇടപെടലുകൾ വേണ്ടതാണ്. അതുപോലെ ചെറുപ്പം മുതലേ ഇതിനെതിരായിട്ടുള്ള വിദ്യാഭ്യാസം സ്കൂളുകളിൽ കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്കൂൾ പെട്ടെന്ന് വിട്ടുപോകുന്ന ആളുകൾ, കുടുംബത്തിൽ പ്രശ്നമുള്ള ആളുകൾ, ഇങ്ങനെ മാഫിയകളെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ വസിക്കുന്ന ആളുകൾ, വൻ പട്ടണങ്ങളിൽ താമസിക്കുന്നവർ, ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം മയക്കുമരുന്നുകൾ കഴിക്കാനുള്ള ശീലം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഗ്രൂപ്പുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ ആശയവിനിമയം നടത്തുകയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുകയും മക്കൾ വഴിതെറ്റിപ്പോകുന്നെങ്കിൽ അവർ അത് ശ്രദ്ധ വയ്ക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്ത് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. പുകവലി സമൂഹത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് അവർക്ക് കൊടുക്കാം? പുകവലി പലരും ശീലിക്കുന്നത് അവരുടെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ പുകവലി പെട്ടെന്ന് ലഭ്യമാകുന്ന കടകളടുത്തുള്ളത് കൊണ്ടോ അങ്ങനെയെല്ലാമാണ്. മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്തിട്ടും അതിൻ്റെ സുലഭമായ ലഭ്യതവും മൂലവും മറ്റുമാണ് പുകവലിയിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റലായിട്ട്, അതായത് ഇത് വലിച്ചാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്ക് അഡ്വഞ്ചർ സ്വഭാവം ഉണ്ടാവും. അങ്ങനെയെല്ലാം അവർ ഈ പുകവലിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പുകവലി എന്ന് പറയുന്നത് ടെൻഷൻ കുറയ്ക്കാനാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാകാത്ത മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണല്ലോ. അത്തരത്തിൽ കുട്ടികളെ നാം ചെറുപ്പം മുതൽ പഠിപ്പിക്കുക. അതായത് സ്ട്രെസ് ഉണ്ടായാൽ അതിനെങ്ങനെ കോപ്പ് ചെയ്യും, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ യോഗ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കായികമായ അഭ്യാസങ്ങൾ ചെയ്യുക, നീന്തലോ കളികളിൽ ഏർപ്പെടുകയോ